കുടുംബജീവിതം തുടങ്ങാൻ നിൽക്കുമ്പോഴേ ഭാര്യയായാലും ഭർത്താവായാലും പുരുഷനായാലും സ്ത്രീ ആയാലും എങ്ങനെയാണെന്നറിയോ, ഒരു പേടിയാണ് ആളുകൾക്കൊക്കെ, ചില ആളുകൾക്കൊക്കെ കേട്ടോ. ഖലീൽ ജിബ്രാന്റെ ഒരു കഥയുണ്ട് പുഴയെ കുറിച്ചിട്ട്. എന്താണെന്നറിയോ, പുഴ ഒഴുകി ഒഴുകി സമുദ്രത്തിലേക്ക് എത്തുന്ന സമയത്ത് പുഴയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടോ, ഞാൻ എന്റെ അസ്തിത്വത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ പോവുകയാണ്, ഈ സമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേരാൻ പോവുകയാണ് ഞാനൊന്ന്. പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഞാൻ ഒഴുകി വന്ന കാടും മേടും നഗരവും ചുറ്റി ഇവിടം വരെ എത്തിയിരിക്കുന്നു എന്ന്. മലയുടെ മുകളിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. എല്ലാ ദുർഘടങ്ങളും വെട്ടി മാറ്റിക്കൊണ്ട് ഈ സമുദ്രത്തിലേക്ക് ചേരുമ്പോൾ ഒന്നുമല്ലാതാകാൻ പോകുന്ന ഞാന് ഈ പുഴ ചിന്തിച്ചു കേട്ടോ, തിരിച്ചുപോക്ക് അസാധ്യവുമാണ്. ഒരിക്കലെങ്കിലും തിരിച്ചു പോകാൻ ഇനി സാധിക്കുമില്ല പുഴയ്ക്ക്. വേറെ വഴിയുമില്ലാതെ പുഴ സമുദ്രത്തോട് ചേർന്നലിഞ്ഞു. സമുദ്രത്തോട് ചേർന്നതിന് ശേഷമാണ് പുഴയ്ക്ക് മനസ്സിലായത് ഞാൻ വലിയൊരു സമുദ്രമായി മാറിയിരിക്കുന്നു എന്ന്. ഇതേ ഭയമാണ് മനുഷ്യനുള്ളത് കേട്ടോ. എങ്ങനെയാണെന്നറിയാം, വിവാഹം കഴിഞ്ഞാൽ ഞാൻ മാറിപ്പോകുമോ, ഉത്തരവാദിത്തങ്ങൾ എന്റെ സ്വാതന്ത്ര്യത്തെ കളന്നെടുക്കുമോ, ഞാൻ എന്ന അസ്തിത്വം ഇല്ലാതാകുമോ എന്ന്. അത് പുഴന്ന് തിരിഞ്ഞു നോക്കി പിറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടെന്നറിയോ, താൻ കടന്ന ദൂരം, വെട്ടിമാറ്റിയ ദുർഘടങ്ങളെല്ലാം തന്നെ അത് മനുഷ്യനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്ന് തിരിഞ്ഞു നോക്കണം നമ്മളിവിടെ വരെ എത്തിച്ചത് എന്താണ് എന്ന്. ആരായിരുന്നു നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നത്, ആരായിരുന്നു നമ്മൾ വിജയിച്ചപ്പോൾ ശബ്ദമില്ലാതെ അഭിമാനിച്ചത് എന്നുള്ളതൊക്കെ കുടുംബമാണ്. പുഴയ്ക്ക് തിരിച്ചു പോകാൻ വഴിയില്ലായിരുന്നു. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. സമയം തിരികെ പോവില്ല, ജീവിതം മുന്നോട്ട് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അവസാനം പുഴ സമുദ്രത്തോട് ചേർന്നലിഞ്ഞു. പക്ഷേ അവിടെയാണ് സത്യം വെളിപ്പെട്ടത്. എന്തെന്നറിയോ, പുഴ ഇല്ലാതെയായില്ല, പുഴ വലുതായി വിശാലമായി വാഴമുള്ളൊരു സമുദ്രമായി മാറി എന്നുള്ളത്. കുടുംബജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കുടുംബത്തിലേക്ക് ചേർന്നപ്പോൾ നമ്മൾ ചെറുതാവുന്നില്ല, നമ്മൾ വലുതാവുകയാണ് എപ്പോഴും. സ്വപ്നം, സന്തോഷം മാത്രം തരാൻ കഴിയുന്ന ഒരു സംഭവമാണത്. മറ്റുള്ളവരുടെ കഴിവിനും ചിരിക്കുമൊക്കെ അർത്ഥം നൽകുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറുകയാണ്. ഞാൻ എന്ന പരിധിയിൽ നമ്മൾ എന്ന മഹത്തായ ആശയത്തിലേക്ക് നമ്മൾ വളർന്നു വരുന്നു എന്ന്. അതുകൊണ്ട് ഭയപ്പെടരുത് നിങ്ങൾ കേട്ടോ. കുടുംബജീവിതം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്ന ഒരു സമുദ്രമായി മാറുകയാണ് എന്നുള്ളതാണ്. പുഴയായിരിക്കുമ്പോൾ നിങ്ങൾ ഒഴുകുകയായിരുന്നു, കുടുംബത്തിലൂടെ നിങ്ങൾ സമുദ്രമായി മാറുകയാണ്. അതാണ് വളർച്ച എന്ന് പറയുന്നത്, അതാണ് മനുഷ്യനാകുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരുപാട് സ്നേഹം. താങ്ക് യു.